ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ബായോ. അപ്പൊ ഗായ്സ് ഇവനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്, ഷെഫാണ്. അപ്പൊ എന്താ നിരഞ്ജ പരിപാടി? എന്താ തുടങ്ങല്ലേ? ഒരു ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പം നിരഞ്ജന്റെ സ്പെഷ്യൽ മലപ്പുറം ചിക്കൻ കറി. അപ്പൊ എന്താ കായ? അപ്പം നിരഞ്ജ എന്താ പരിപാടി? അപ്പൊ തുടക്കം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടാവണം. എന്നിട്ട് നമ്മള് എന്താ പറയാ തക്കാളി. അപ്പൊ തക്കാളി ഉള്ളി മാത്രമേ ഉള്ളൂ ചിക്കൻ കറിക്ക്? ഓ അതാണ് കഴിച്ചത്. അപ്പൊ നമ്മള് തട്ടിക്കൂടി ചിക്കൻ കറിയാണ്. ഉള്ള സവാള, തക്കാളി, കുറച്ച് മസാലകൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാം റെഡി ആക്കിയിട്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം. അപ്പം ആൾ ഓൾറെഡി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ്. അപ്പൊ ഗായ്സ് നമ്മൾ ചപ്പാത്തിക്ക് ഉള്ള ഓൾറെഡി മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പൊ നേരെ ചിക്കൻ കറി വെക്കുന്നു, അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പൊ നമ്മുടെ ഷെഫ് ഇന്നത്തെ നിരഞ്ജനാണ്. ഫുള്ള് മലപ്പുറം സ്റ്റൈലിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ് നിരഞ്ജ? ഒരു ചിക്കൻ കറി ആവില്ല. ചിക്കൻ കറി ആവും. നമുക്ക് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിരഞ്ജൻ തുടങ്ങി കഴിഞ്ഞ് അപ്പൊ സവാളയൊക്കെ ഒന്ന് വഴക്കി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നിരഞ്ജൻ പച്ചമുളക് ഇടുന്നുണ്ടോ? ഓ അപ്പൊ നമുക്ക് പച്ചമുളക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളകാണ് ഇവിടെ യൂസ് ചെയ്യാറ്. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ മുളക് പൊടി നമ്മുടെ നാട്ടിൽ നിറക്കും. മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, എന്നിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് ഇറക്കിയ മസാലസാണ്. അപ്പം നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വെച്ചാണ്. അപ്പം നിരഞ്ജൻ ഭയങ്കര ഫുൾ കോൺസെൻട്രേഷനിലാണ്. കുക്കിങ്ങിനെ ശല്യപ്പെടുത്തരുതെന്നാണ് നിരഞ്ജൻ പറയാറ് എപ്പോഴും. വളരെ പ്രൊഫഷണൽ രീതിയിലാണ് നിരഞ്ജൻ എല്ലാം ചെയ്യാറ്. വഴറ്റി വരണ്ടേ ആ സംഭവം ആവാന് ഉപ്പിടുന്നതല്ലാന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതില്ല ആയി വന്നാലോ. സവാള വഴറ്റി വന്നത് അപ്പൊ നമുക്ക് തക്കാളി ചേർക്കാം. അത്യാവശ്യം സവാളയും തക്കാളിയും കൂടിയിട്ട് വഴറ്റി വരണം. അപ്പോൾ അത്യാവശ്യം അല്ലേ നോക്കി നോക്ക്, അത്യാവശ്യം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മസാലസ് ചേർക്കേണ്ടത്. ചിക്കൻ മസാല ഇതൊക്കെ നമ്മൾ ഒരു ഇതിലിട്ടിട്ട് ഇടാൻ തരാം. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം ഗ്യാരണ്ടി. നമ്മുടെ കൈപ്പുണ്യം കിട്ടിയെന്ന് നമ്മൾ എപ്പോഴും എന്നോട് പറയുന്നുണ്ട്. ഇത് കുറച്ച് മല്ലിപ്പൊടി. ഞാൻ പറഞ്ഞില്ല ഇത് ഞങ്ങൾ ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന ചിക്കൻ കറി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളകും പൊടി എന്തായാലും വേണം, എരിവ് വേണം. എന്നാലും ചിക്കൻ കറി കഴിക്കാനും ടേസ്റ്റ്. അതുപോലെ ഇതുണ്ടല്ലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മലയാളം പറയണ ഇഞ്ചി വെളുത്തുള്ളി. പേസ്റ്റിന് എന്താ? പേസ്റ്റിന് കട്ടയി നമുക്ക് കുറച്ച് കുരുമുളക് ആവശ്യമില്ല, എന്നാലും എല്ലാം കൂടി ചേർക്കണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ. നമ്മൾ ഏകദേശം എല്ലാം മസാലസും ചേർത്തുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പൊ നിരഞ്ജൻ അവിടെ പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് നിരഞ്ജന് വേണ്ടി ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പൊ നമ്മള് ഇത് കണ്ട് ഇതുപോലത്തെ ജസ്റ്റ് പാക്കറ്റിലുള്ള 500 ഗ്രാം ചിക്കൻ ആണ് മേടിച്ചത്. അപ്പൊ നമ്മൾ നേരെ അത് ജസ്റ്റ് എടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ഫുൾ ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അത് ചെയ്തിട്ട് നിരഞ്ജനായി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വറ്റൽമുളക് ഇട്ടിക്കണം ഓൾറെഡി, പക്ഷെ അത് ഞാൻ കാണിക്കണം മാത്രം. അപ്പോൾ വറ്റൽമുളക് ഇട്ടിക്കണം. ഇനിയിപ്പോൾ ഏകദേശം ഇതാ വയറ്റി വന്നത് നമുക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്യാം. ആ ചിക്കൻ ഒന്ന് എത്തണം. ചിക്കൻ വീഴുമോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം മസാല ഒക്കെ ഇട്ട് ഒന്ന് പിടിക്കണം. നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മതി തീർന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ഈ കറിയായിട്ടാണ് ആവശ്യം. എനിക്ക് കറിയായിട്ട് ഇഷ്ടമല്ല. ആദ്യം നമുക്ക് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ കറിയൊക്കെ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെന്തു. അപ്പോൾ നമുക്ക് ഒരു കറിയായിട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പൊ നിരഞ്ജൻ ഉദ്ദേശിക്കുന്നത് ചാറ് കൂട്ടിട്ടെടുക്കാനാണോ അതോ? എനിക്ക് താല്പര്യം റോസ്റ്റാണ്. അതെ, പക്ഷേ ഇവിടെ കറിയായിട്ടാണ് ആവശ്യം. അപ്പൊ നമ്മള് ആൾക്കാർ അതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് വേണം. അപ്പൊ നമ്മൾ ആ നേരെ ചിക്കൻ കറി വെച്ചിട്ട് നേരെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ഞങ്ങൾക്ക് സ്പെഷ്യൽ ചിക്കൻ കറി ഇതാ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കാം നമുക്ക്. നിരഞ്ജന്റെ ചിക്കൻ കറി കഴിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ ഗൈസ്. ബയോ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിരഞ്ജ എന്താണ് ഓൾറെഡി വൃത്തിയാക്കി കിട്ടും. അതെ അതെ, നമുക്ക് ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന പലക ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫുൾ ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ നാട്ടിൽ നിറക്കിയ ഒരു ഉപകരണമാണ് കഴിച്ചത്, ചപ്പാത്തിയുടെ മെയിൻ സാധനം. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് റൗണ്ടിൽ വരണം. അതെ, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നമ്മൾ എപ്പോ ഉണ്ടാക്കിയാലും ഇത് റൗണ്ടിൽ വരത്തില്ല. പക്ഷെ നമ്മള് അതെ, ഫുള്ള് നിരഞ്ജന്റെ പരിപാടി ആയതുകൊണ്ട് നിരഞ്ജൻ അതെ. അപ്പൊ നിരഞ്ജൻ ഇവിടുത്തെ സ്പെഷ്യൽ ഗോതമ്പ് പൊടി ഗൈസ്. നിരഞ്ജൻ ഒരു പ്രൊഫഷണൽ ആണ്. പറഞ്ഞോ, കട്ട് ചെയ്തേക്കെ കുളമായി പോയി കട്ട് ചെയ്തേക്കെ. പ്രൊഫഷണലിസം വലിയ അറിയുന്നുണ്ട്. നമ്മുടെ നിരഞ്ജൻ ചപ്പാത്തി ഇതാ ഫസ്റ്റ് ചപ്പാത്തി നമ്മുടെ പരത്തി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വിചാരിക്കാം എന്ത് വേണം കഴിച്ച്. നോക്ക് നോക്ക്, കിഡിലൻ റൗണ്ട് ഷേപ്പ് വന്നിട്ടില്ലേ? നോക്ക്, എന്തായാലും തിളച്ച് വരുന്നുണ്ട്. നോക്കാം. അത് വെച്ചിട്ട് അധികം നേരം ആയിട്ടില്ല. എത്ര മിനിറ്റ് ആണ്? ഒരു 7 മിനിറ്റ് അല്ലേ? ഒരു 10 മിനിറ്റ് നല്ല മണമുണ്ട്. സൂപ്പർ മണം. നമ്മുടെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറി ആയി കഴിഞ്ഞ് ഇപ്പുറത്ത് നമ്മുടെ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാ ടേസ്റ്റ് നോക്കണ്ടേ? ടേസ്റ്റ് നോക്കണം.
ഫസ്റ്റ് ചപ്പാത്തി. ഞാൻ പറഞ്ഞുതരാം, ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാൻ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറി റെഡി ആയി. അപ്പൊ എന്താ കുക്ക് ചെയ്ത ആള് എന്റെ ഫസ്റ്റ് കഴിച്ചു. ഞാൻ കഴിച്ചോക്കൂല, നല്ല ചൂടുണ്ട്, ഇജ്ജ് തന്നെ കഴിക്കണം. ഞാനോ? അല്ല, നീ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്തില്ല. കഴിക്കണം ചൂടുണ്ടാവും. സാധനം കൊള്ളാം കഴിച്ച്, നല്ല ചൂടുണ്ട്, ഞാൻ സൂപ്പർ ടേസ്റ്റ്, കൊള്ളാം. എരിവുണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല എരിവുണ്ട്. സൂപ്പർ സാധനം കഴിച്ചു. ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. എങ്ങനെയാണ് ചോദിച്ചാ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമാണ്. ആരെയും സ്വയം ഉണ്ടാക്കിയത് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയും ആരെങ്കിലും. പക്ഷെ നല്ല എരിവുണ്ട്. ഇവ ഉണ്ടാക്കുന്ന നല്ല എരിവുണ്ട്, എനിക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ കൊള്ളാം, പൊളി സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ്. അല്ല, നമ്മുടെ ബൈ ബൈ സൈനിങ് ഓഫ്.